അടൂരിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൻ സ്ത്രീയെ വടികൊണ്ടടിച്ചെന്ന് പരാതി. ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനത്തിനെത്തിയ സ്ത്രീയാണ് അടിച്ചത്. ആർ. വേണു എന്ന ജീവനക്കാരന് എതിരെയാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ കെ.എസ്.ആർ.ടി.സി അധികൃതർ തള്ളി. ഭിക്ഷാടന നിരോധന മേഖലയായതിനാൽ മാറ്റിവിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. ബസ് സ്റ്റാൻഡും പരിസരവും ഭിക്ഷാടന നിരോധന മേഖലയാണെന്ന് അടൂർ പോലീസ് പറയുന്നു. ഇവിടെ ഭിക്ഷാടനം നടത്തിയ സ്ത്രീയെ ആട്ടിപ്പായിക്കാനാണ് തല്ലിയതെന്ന് പോലീസ് പറയുന്നത്. വേണു സൂപ്പർവൈസിംഗ് ജോലിയും ചെയ്യുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് പിന്നാലെ സ്ത്രീ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ചെയ്തു. കുറച്ചു നാളുകളായി ആലപ്പുഴയിലെ താമരക്കുളത്ത് താമസിക്കുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ് പരാതിക്കാരിയെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഭിക്ഷക്കാരോട് അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ നിരവധി ആളുകളെ കാണാറുണ്ട്. ഇവരോടൊക്കെ മാന്യമായി പെരുമാറുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം മാത്രമേ, ഇതിൽ പലരും പരാതി കൊടുക്കാറില്ല. അതേസമയം ഏറെ കൊട്ടിഘോഷിച്ച് ഓടിത്തുടങ്ങിയ കെ.എസ്.ആർ.ടി.സിയുടെ പ്രിയദർശിനി ബസ് പണിമുടക്കി. കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സാണ് പണിമുടക്കിയത്. കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ ബസ് കട്ടപ്പുറത്താവുകയായിരുന്നു. എയർ ലീക്കാണ് പണിമുടക്കിന് കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. 25ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ഇവർ പിന്നീട് തൊട്ടുപിറകിലായി എത്തിയ ബസ്സിൽ കയറി യാത്ര തുടരുകയായിരുന്നു. രാവിലെ കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് പ്രിയദർശിനി ബസ് ഉദ്ഘാടനം ചെയ്തത്. ഇതിനിടയിൽ ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് തിളച്ച പായസം വീണു. ഒപ്പം ഉണ്ടായിരുന്നവർ പെട്ടെന്ന് പായസം തുടച്ചു നീക്കിയതിനാൽ പൊള്ളലേറ്റില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്ത പായസമാണ് മന്ത്രിയുടെ തലയിലേക്ക് വീണത്. പത്തനംതിട്ട അടൂരിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൻ വടികൊണ്ടൊരു സ്ത്രീയെ അടിച്ച പ്രശ്നം കൂടി വന്നിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി സൗജന്യ യാത്രാ പദ്ധതിയുടെ കൊല്ലം മണ്ഡലത്തിലെ ഉദ്ഘാടനത്തിനിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണത് പേഴ്സണൽ സ്റ്റാഫ് അംഗം പായസം കൈമാറുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകയുടെ കൈ തട്ടി മന്ത്രിയുടെ തലയിലേക്ക് പായസം വീഴുകയായിരുന്നു. ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി പരാതിയൊന്നും നൽകിയിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറും. കൊല്ലം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ വച്ച് നടന്ന ചടങ്ങിനിടെയായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം ഉണ്ടായിരുന്നു. പായസം ബസ്സിനകത്ത് വിതരണം ചെയ്യുന്നതിനിടെയാണ് മന്ത്രിയുടെ തലയിൽ വീണത്. ബസ്സിനുള്ളിൽ വലിയ തിരക്കായിരുന്നു. മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകയുടെ കൈതട്ടി പായസം മന്ത്രിയുടെ ദേഹത്തേക്ക് വീണതോടെ നിലവിളിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് മന്ത്രി ചാടി എഴുന്നേറ്റു. ഒപ്പമുണ്ടായിരുന്നവർ ഷാളും മറ്റും ഉപയോഗിച്ച് മുഖവും തലയും വൃത്തിയാക്കി. ഇതിനിടെ മന്ത്രി ദേഷ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ചിന്നക്കട വരെ ബസ്സിൽ യാത്ര ചെയ്ത് മന്ത്രി മടങ്ങുകയായിരുന്നു. അതേസമയം മന്ത്രി ബിന്ദുകൃഷ്ണയുടെ തലയിൽ ചൂടുപായസം വീണത് പേഴ്സണൽ സ്റ്റാഫ് അംഗം പായസം കൈമാറുന്നതിനിടെയാണ് എന്നാണ് പറയുന്നത്. പേഴ്സണൽ സ്റ്റാഫ് അംഗം പായസം കൈമാറുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകയുടെ കൈ തട്ടി മന്ത്രിയുടെ തലയിലേക്ക് പായസം വീഴുകയായിരുന്നു.